സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയുന്ന സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. Indeed, it was for my own peace that I had great bitterness, but you have lovingly delivered my soul from the pit of corruption, for you have cast all my sins behind your back. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്ത ദൈവഭക്തനായിരുന്ന ഹിസ്കിയ രാജാവിന്റെ സാക്ഷ്യമാണ് നാം വായിച്ചു കേട്ടത്. താൻ ഭരിച്ചിരുന്ന യഹൂദ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി അശൂർ രാജാവും കൂട്ടരും കടന്നു വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അദ്ദേഹത്തെ വിടുവിച്ചു. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു എന്ന് 38 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വായിക്കുന്നു. അദ്ദേഹം മരിച്ചു പോകുമെന്നും ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനും യെശയ്യാവിൽ കൂടെ യഹോവ അരുളപ്പാടറിയിച്ചു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാകുന്നു. 3 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഏറ്റവും കരഞ്ഞു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മളോട് ഇങ്ങനെ ഒരു ആലോചന ദൈവം അറിയിച്ചു എന്നിരിക്കട്ടെ. ഹിസ്കിയാവിനെ പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുമോ? ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് യഹോവ ഉത്തരമരളിയത് 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്ത് രക്ഷിക്കും. വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലമാണ് ദൈവം കൊടുത്തത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അദ്ദേഹം എഴുതിയ വാക്കുകളാണ് നാം വായിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായേക്കാം. കൈപ്പേറിയ അനുഭവങ്ങൾ മുന്നോട്ട് ചുവടുകൾ വെക്കുവാൻ കഴിയുന്നില്ല. രോഗമാകാം, ദുഃഖമാകാം, പട്ടിണിയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ശത്രുവിന്റെ പീഡനങ്ങളോ ആകാം. ഇവയിൽ നിന്നെല്ലാം മോചിപ്പിച്ച് നമ്മുടെ ജീവിതം സമാധാനമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു നാളും കൈവിടാത്ത ദൈവം. ഹിസ്കിയാവ് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ പാപങ്ങളെ ദൈവത്തിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന്. ഹിസ്കിയാവ് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹത്താൽ പാപങ്ങൾക്ക് ക്ഷമ നൽകി. പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ പ്രാണൻ മരണത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കയ്പിന്റെ അനുഭവങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട. രക്ഷകനിൽ വിശ്വസിച്ച് കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറയാം. നമ്മുടെ പ്രാണൻ നശിച്ചു പോകുകയില്ല. നമ്മെ സ്നേഹത്തോടെ രക്ഷിക്കുന്ന യേശു കർത്താവ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കയ്പിൽ കൂടെ അങ്ങയെ അധികമായി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും യേശു മൂലം ലഭിക്കുന്ന രക്ഷ കരസ്ഥമാക്കുവാനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ.